എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. പിന്നെ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് ഒരു പുള്ളിക്കാരി കമൻറ്റ് ഇട്ടത് പറയാം. അത് എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരു സ്കിന്നിനെ കുറിച്ച് ചോദിക്കാനായിട്ടൊരു കമൻറ്റ് ഇട്ടിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കൊണ്ട് നമ്പറാണല്ലോ ഫുള്ളായിട്ട് നമ്മൾ ആരുടെ സേവ് ചെയ്തിരുന്നല്ല, ഫുൾ നമ്പറാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്പർ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ മറിച്ച് മാറ്റി നോക്കുമ്പോഴേ നമുക്ക് ഓരോരുത്തർ മെസ്സേജ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരെ ഞാൻ കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കാണുമ്പോൾ ഞാൻ അന്നേരം ഇതിൻ്റെ മറുപടി കൊടുക്കും. അതുപോലെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ ഒറ്റ മറുപടി കൊടുക്കാതിരിക്കുന്നില്ല. അപ്പം അവർ കുറേ നേരമായി നിങ്ങളോട് ഞാൻ സംശയം ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി ഒന്നും തരുന്നില്ല, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണോ, പിന്നെ ഇതിനെ നിങ്ങൾ വീഡിയോ ഇടുന്നത്, അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ്. അപ്പോൾ എനിക്കത് കേട്ടപ്പം ശരിക്കും പറഞ്ഞാൽ ആരാണെങ്കിലും അതിന് മറുപടി കൊടുക്കത്തില്ല. എനിക്കും മറുപടി കൊടുക്കണമെന്ന് തോന്നിയില്ല. ഞാൻ അന്നേരം അത് ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് തോന്നുന്നു. നിങ്ങൾ തന്നെ പറ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് അയച്ചവർക്കറിയാം അതിൻ്റെ റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ടോ, സ്നേഹത്തോടെയാണ് റിപ്ലൈ തന്നത്, അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം നിങ്ങൾ തന്നെ അതിൻ്റെ മറുപടി പറ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് മറുപടി തരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അഹങ്കരിച്ച് ചോദിക്കുന്നവർക്ക് നമുക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രത്യേക ഒരു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. ലൈക്ക് നമുക്ക് 30 വയസ്സിന് ശേഷം, നേരത്തെ ഞാൻ 40 വയസ്സ് കഴിഞ്ഞവർക്കുള്ള മസാജാണ് പറഞ്ഞു തന്നത്. ഇന്ന് 30 വയസ്സ് മുതൽ നമുക്ക് 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ ചെയ്യാനുള്ള നല്ലൊരു ലിംഫാറ്റിക് മസാജാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു മസാജ് 30 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കല്ല, എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഇത് നമ്മളെ ഒരു 30 വയസ്സിന് ശേഷം നമ്മൾ ഈ ഒരു മസാജ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ്. നമുക്ക് മുഖത്തൊക്കെ റിങ്കിൾസ് വരാതെ തടയും. അതായത് നമുക്ക് നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. നല്ല ജോയിൻറ്റിൽ ഓരോ നമ്മുടെ പ്രഷർ പോയിൻറ്റിൽ ചെയ്യുന്നൊരു മസാജാണ്. അപ്പോൾ 5 പ്രഷർ പോയിൻറ്റ്, ഫേസിലുള്ള 5 പ്രഷർ പോയിൻറ്റ് ഉള്ള മസാജാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. പിന്നെ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മസാജ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു മസാജാണ്, തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു മസാജാണ്. നമുക്ക് നല്ല വ്യത്യാസം വരും. 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആർക്കും, ലേഡീസിനും ജെൻസിനും ഒക്കെ ചെയ്യാവുന്ന ഒരു മസാജാണ്. നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 100% റിസൾട്ട് ഞാൻ പറയുന്നു. പക്ഷേ അത് കറക്റ്റ് ചെയ്യണം. അപ്പം അതിനായിട്ടുള്ള സാധനങ്ങൾ ആദ്യം വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എല്ലാവർക്കും അറിയാമല്ലോ, റോസ് വാട്ടർ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച മോയ്സ്ചറൈസ് ക്രീമില്ലേ, ലാക്മേയുടെ, അതാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ആ ക്രീം നിങ്ങൾക്ക് ഏതൊരു ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മുഖത്ത് തേക്കുന്ന മോയ്സ്ചറൈസർ അത് നിങ്ങൾ എടുക്കുക കേട്ടോ. റോസ് വാട്ടർ നമ്മൾ എടുക്കണം. കുറച്ച് കോട്ടണിലോട്ട് നമ്മൾ റോസ് വാട്ടർ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ റോസ് വാട്ടർ എടുത്തിട്ട് ഫേസിലെല്ലാം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു മസാജ് തുടങ്ങുന്നതിന് മുമ്പിട്ട് നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പോഴ്സും ഓപ്പൺ ആകും. അപ്പോൾ ഈ നമുക്ക് കഴുത്തിലൂടെ ഈ മസാജ് വേണ്ടതാണ്. നമ്മൾ കഴുത്ത് മാലയൊക്കെ ഉണ്ടെങ്കിൽ ഊരി വെക്കണം കേട്ടോ. നമ്മുടെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടെങ്കിൽ ഊരി വെക്കണം. എന്നാലും നമുക്ക് ഈ മസാജ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ചെളിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാജ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫേസെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാം. നമ്മളത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക, കഴുത്തിലും അപ്ലൈ ചെയ്യണം. മുഖമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമുക്ക് ഫേസിലെ മസാജ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 1 2 3 4 5 6 7 8 9 10 ആ ഒരു ടൈം വരെ ആവർത്തിക്കാം. ക്ലോക്ക് വൈസ്, ആദ്യം ക്ലോക്ക് വൈസ്, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമ്മുടെ ഒരു പ്രഷർ പോയിൻ്റാണ്. ആ ഒരു പോയിൻ്റ് നമ്മൾ പ്രഷർ പോയിൻ്റ് 5 പ്രഷർ പോയിൻ്റാണ് നമ്മൾ ഫേസിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രഷർ ചെയ്തിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ
അടുത്തത് നമ്മുടെ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒത്തിരി പ്രഷർ കൊടുത്തല്ല, മീഡിയം പ്രഷർ കൊടുത്ത് 10 പ്രാവശ്യം 1 2 3 ഇവിടെ അവിടെയാണ് മുട്ടിക്കേണ്ടത്. 4 5 6 7 8 9 10. ഈ ഒരു തള്ളവിരലാണ് ഇവിടെ ഈ പ്രഷർ പോയിന്റ് മുട്ടിക്കേണ്ടത്. നമുക്ക് മൂക്കിൻ്റെ അവിടുത്തെ പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യാം. ഇവിടെയാണ് ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അവിടെയാണ്. പത്ത് പ്രാവശ്യം ആദ്യ ക്ലോക്ക് വൈസിലും 10 പ്രാവശ്യം. സ്റ്റോപ്പ് ആക്കുക. എന്നിട്ട് നമ്മൾ അടുത്തൊരു മസാജ് എടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക. 1. അപ്പോഴത്തേന് വരുന്ന എവിടെയാ പ്രഷർ പോയിന്റ്? ഇവിടെ ഐബ്രോസിന് തൊട്ട് താഴെയുള്ള പ്രഷർ പോയിന്റ്. ഞാൻ എപ്പോഴും കാണിച്ചു തരുന്ന പ്രഷർ പോയിന്റ് ഐബ്രോസിന് തൊട്ട് താഴെ. 1. 2 വിരൽ ഉപയോഗിച്ചും ചെയ്യാം. 1 2 3 10. നമ്മുടെ ഇവിടെ ഇങ്ങനെ ചിലവർക്ക് ഈ മൂക്കിൻ്റെ ഇവിടെ നിന്ന് വലിയൊരു ചുളിവ് പോലൊക്കെ വരത്തില്ലേ, ഈ ചുളിവൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം ഏറ്റവും നല്ലത്. അപ്പോൾ വരാതിരിക്കാനായിട്ട് 30 വയസ്സ് മുതൽ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ, കുറച്ച് തടിച്ച മുഖവും വണ്ണമുള്ള മുഖമൊക്കെ ഉള്ള ആൾക്കാർ അന്നേരം ഈ ഒരു 30 വയസ്സ് കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ ഒരു വലിയൊരു കുഴി പോലെ ഇങ്ങനെ മടക്ക് പോലെ വരും. അത് വരാതിരിക്കാൻ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മസാജാണിത്. അപ്പോൾ അതൊരു കുറച്ച് 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ കുറച്ച് ഒരു 20 പ്രാവശ്യം ഒന്നും കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ 10 പ്രാവശ്യം വീതമാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു മസാജ് ചെയ്തു. ഇനി നമുക്ക് കണ്ണിൻ്റെ ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ മൂക്കൊന്ന് ഇതാക്കി വിടണം. അപ്പം മിക്കവാറും ആൾക്കാർക്ക് 30 വയസ്സിന് മേലെ കുഴപ്പമില്ല. പക്ഷേ 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഇവിടെ ഈ ഒരു ഹോൾ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ തുറന്ന പോലെ വരും. അതായത് നമ്മുടെ സ്കിന്ന് ഇതാകുന്നതുകൊണ്ടാണ്, ലൂസാകാൻ തുടങ്ങുമ്പോൾ ഒരിതാണ് നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അങ്ങനെ ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടി നമുക്കത് ഇവിടുന്ന് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് മൂക്ക് എടുത്തു വിടില്ല. നമ്മൾ എന്തിനാണ് എടുത്തു വിടുന്നത്? അവരുടെ മൂക്ക് നല്ല ഷേപ്പായി കിട്ടാനായിട്ടും കുഞ്ഞു മൂക്കൊക്കെ ആണെങ്കിൽ എടുത്തു വരാനായിട്ടും ഒക്കെ ഉള്ള നമ്മളൊരു മസാജ് ചെയ്യും. അതേ മസാജ് തന്നെ നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് പിഞ്ച് ചെയ്തെടുക്കുക, നീട്ടി കൊടുക്കുക, പിഞ്ച് ചെയ്തെടുക്കുക, നീട്ടി കൊടുക്കുക. 10 പ്രാവശ്യം. ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ഒരു കൈ വെച്ചിട്ട് ഈ ഒരു പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. ഇവിടെ കണ്ണിൻ്റെ ഇവിടുത്തെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്, അവിടെ ടച്ച് ചെയ്ത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യം. ആദ്യം ക്ലോക്ക് വൈസിൽ 1 2 3 4 പറഞ്ഞിട്ട്, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ വലിച്ചു വിടുക. വീണ്ടും നമ്മൾ വലിച്ചു വിടുക. പത്ത് പ്രാവശ്യം. എന്നിട്ട് നമ്മുടെ മൂക്കിൽ 1 2 3 4 5 6 7 8 9 10. പിന്നെ വേർക്കുന്നുണ്ട്. നമുക്ക് ഈ മസാജ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് വേർക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. അപ്പം നമ്മൾ മൂക്കിൻ്റെ ഇവിടെ കൊടുത്തു. അപ്പം നമ്മുടെ മൂക്ക് എന്തെങ്കിലും ഷേപ്പായിട്ട് കിട്ടാനായിട്ട്, മൂക്കൊക്കെ ഒരുപാട് തുറന്നു പോകാതിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രായമായവർക്ക് മാത്രമല്ല, 30 വയസ്സുള്ള കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള മസാജ് കാണിക്കുന്നത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം ഒരു എന്താ പറയുക, ഒരു 50 വയസ്സായവർക്ക് എനിക്ക് അങ്ങനെ ചെയ്യണം, ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ റിസൾട്ട് കുറച്ച് താമസിച്ചേ അവർക്കൊക്കെ കിട്ടത്തുള്ളൂ. ഈ 30 വയസ്സുകാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിനെ തടഞ്ഞു നിർത്താനായിട്ടാണ്, നമുക്ക് വരുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു മസാജാണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ളതായിരുന്നു. അത് നേരത്തെ അങ്ങോട്ട് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ചെയ്യാനുള്ളൊരു മസാജാണ്. ഇനി നമുക്ക് അടുത്ത മസാജ് നല്ലതായിട്ട് വേർത്തെഴുകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്
അപ്പോൾ ഇനി നമുക്കത് ഇവിടെ ഒരു മൂക്കിൻ്റെ ഇവിടെ മസാജ് കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കാം. 1 2 3 4 വളരെ നോർമലായിട്ട് മതിയേ. 5 6 7 8 9 10. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ ഒരു രണ്ട് വിരൽ മോതിര വിരലും അടുത്ത വിരലൂടെ കൂട്ടി നമുക്കൊരു പ്രസ് ചെയ്തൊരു മസാജ് കൊടുക്കാം. ഇവിടുന്ന് മൂക്കിൻ്റെ ഇവിടുന്ന് ഇവിടെ നമ്മുടെ ഐബ്രോസിന് താഴെയുള്ള പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യണം. ഇതൊക്കെ റിങ്കിൾസ് മാറാനായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും എല്ലാം നല്ലൊരു മസാജാണ്. ഇത് നമ്മൾ 10 വട്ടം ചെയ്യണം. അടുത്ത് നമ്മൾ ഈ ഒരു കൈ വെച്ചിട്ട് ഇവിടുന്ന് ഇവിടെ 10 വട്ടം. ഇത് നമ്മൾ പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുന്ന മസാജാണ്. മെയിൻ പ്രഷർ പോയിന്റ് ഞാൻ കാണിച്ചു. ഇതൊരു 10 വട്ടം ചെയ്യണം. മെയിൻ പ്രഷർ പോയിന്റ് 1 2 3 4 5 ഇതാണ് മെയിൻ പ്രഷർ പോയിന്റുകൾ. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ മസാജിൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അത് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് നല്ല ഷേപ്പായിട്ട് നിൽക്കാനായിട്ടും അതുപോലെ തന്നെ ഇവിടെ ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ടൊരു മസാജാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക, മോതിരവിരൽ എടുക്കുക. മോതിരവിരൽ നമ്മൾ എടുക്കാൻ എപ്പോഴും പറയുന്നത് കുറച്ച് കട്ടി കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള വിരലാണ് ഈ മോതിരവിരൽ. അത് നമ്മുടെ കണ്ണിന് എപ്പോഴും ചെയ്യുമ്പോൾ അതിന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കണ്ണിനൊരു മസാജ് കൊടുത്തതിന് ശേഷം മേളിലോട്ട് പോവാം. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ കണ്ണിനൊരു മസാജ് കൊടുക്കുക. അപ്പോൾ കണ്ണിന് മസാജ് കൊടുക്കുക. നമ്മൾ ഇവിടെ വെച്ച് പ്രസ് ചെയ്തത്. അപ്പോൾ 2 3 അങ്ങനെ 10 പ്രാവശ്യം. നല്ല റിങ്കിൾസ് കുറയാനായിട്ടും കണ്ണിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാനായിട്ടും ഒക്കെ ഒരു നല്ല മസാജാണിത്. നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് എന്നാലേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് കണ്ണിൻ്റെ മേളിലുള്ള മസാജ് ചെയ്യുക. ആദ്യം നമുക്ക് കണ്ണിന് ചുറ്റിനും ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്സിൽ മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ണ് അടച്ചുകൊണ്ട് ചെയ്യണേ. ഇപ്പോൾ കണ്ണ് തുറന്ന് വിളിച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ക്ലോക്ക് വൈസ് ചെയ്യുക ഒരു 10 പ്രാവശ്യം. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഞാൻ 10 പ്രാവശ്യം ഇപ്പോൾ കാണിക്കുന്നില്ല, 5 പ്രാവശ്യമൊക്കെ ആകുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യണം. ഇനി അടുത്തത് ഐബ്രോസിൻ്റെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എടുക്കുക. 1 പ്രഷർ പോയിൻ്റിൽ ടച്ച് ചെയ്യുക. 2 ഇത് നല്ലൊരു മസാജാണ്. ഈ ഐബ്രോസൊക്കെ താന്നിരിക്കുന്നവർക്ക്, ഒരുമാതിരി പ്രായമാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ 30 വയസ്സ് കഴിഞ്ഞ് ഇത് ചെയ്തു പോയാൽ ഇവരുടെ ഐബ്രോസൊക്കെ നല്ല ഷേപ്പായിട്ടിരിക്കും. ഇതൊരു 10 പ്രാവശ്യം ചെയ്യണേ. അപ്പോൾ ആ മസാജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെറ്റിയിലെ പ്രഷർ പോയിൻ്റ് ഇതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് നമുക്കൊരു മസാജ് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വിരലെടുത്തിട്ട് നല്ല വേർക്കുന്നുണ്ട് തന്നെ. 1 2 3 അങ്ങനെ 10 പ്രാവശ്യമേ. അപ്പോൾ ഈ 10 പ്രാവശ്യം നമ്മൾ മസാജ് ചെയ്യണം. ഇനി നമുക്ക് 1 2 3 4 അങ്ങനെ 10 പ്രാവശ്യമേ. റിങ്കിൾസൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണിത്. ഇനി നമ്മുടെ കുറച്ച് ക്രീം എടുക്കാം. നമ്മുടെ ക്രീമെല്ലാം ഫേസിലോട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ക്രീം എടുക്കാം.
ഇനി നമുക്ക് അടുത്ത കൊടുക്കേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റിനും നല്ലൊരു മസാജ് കൊടുക്കുക. പത്ത് പ്രാവശ്യം കൊടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ എല്ലാവർക്കും പാടായിരിക്കും. അതാണ് ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ ഈസി ആവും. നമുക്ക് ഒരാൾ ചെയ്ത് തരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത നമുക്ക് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ് നമുക്ക് ഈ ഒരു ഇതിൽ വെച്ചിട്ട് സോഫ്റ്റ് മസാജ് 10 പ്രാവശ്യം. പത്ത് പ്രാവശ്യം ചെയ്യുക. ഇവിടെ 10 പ്രാവശ്യം ചെയ്യുക. നേരത്തെ കാണിച്ചിട്ടുള്ളൊരു മസാജ് ഈ ആംഗിളിൽ കൊടുക്കുക. 10 പ്രാവശ്യം. ഇനി നമുക്ക് ടാപ്പിങ്ങും പാറ്റിങ്ങും ചെയ്യാം. ആദ്യം പിഞ്ചിങ് ചെയ്യാം. ഇത് ഓരോന്നും 5 വട്ടം വീതം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിനുള്ള മസാജ് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്കിനുള്ള മസാജാണ്. അപ്പം നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ താഴോട്ട് കേട്ടോ വലിച്ചു വിടണേ. കൈ ഇച്ചിരി ക്രീമും കൂടെ വേണം. നല്ലപോലെ ഓടണമെങ്കിൽ 10 വട്ടം കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. 10 വട്ടം കൊടുക്കുക. 1 2 അങ്ങനെ വെച്ചിട്ട് 10 വട്ടം കൊടുക്കുക. ഈ ഒരു മസാജ് ഇങ്ങയുടെ സൈഡിലും കൊടുക്കുക. കഴുത്തിൻ്റെ സൈഡിലുള്ള കറുപ്പ് മാറാനൊക്കെ നല്ലതാണിത്. കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണേൽ അവിടെ നന്നായിട്ട് ചെയ്യാം. ഇത് 10 വട്ടം കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു സ്കിന്ന് പിടിച്ചിട്ട് ഒന്ന് പിച്ചി കൊടുക്കുക സ്കിന്നിൽ. അതൊരു 5 പ്രാവശ്യം ആവർത്തിക്കുക കേട്ടോ. ഇങ്ങനെ പിച്ചി കൊടുക്കുക. പിന്നെ നമ്മുടെ കഴുത്ത് മേളിലോട്ട് വെച്ചിട്ടൊരു മസാജ് കൊടുക്കുക. അത് നമ്മൾ താഴോട്ട് കൊടുത്തില്ല, ഇനി മേളിലോട്ട് ഇങ്ങനെ കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് മതി കേട്ടോ. പ്രഷർ ചെയ്ത് വേണ്ടാത്ത സോഫ്റ്റായിട്ട് മതി. മേലോട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മസാജ് ഇങ്ങനെ കൊടുക്കുക. ഒരെണ്ണം 10 വട്ടമാണേ. ഇങ്ങനെ കൊടുക്കുക. കഴുത്തിങ്ങനെ എടുക്കുക. ഇങ്ങനെ കൊടുക്കുക. 10 വട്ടമേ. ഇനി നമുക്ക് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ കഴുത്തിനുള്ളത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു കൈ കൊണ്ട്. ഇതൊരു 10 വട്ടം ആവർത്തിക്കുക. ഇവിടെയുള്ള ചുളിവുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മൾ മാലയൊക്കെ ഊരി വെച്ചിട്ട് വേണം ഈ ഒരു മസാജ് ചെയ്യാൻ കേട്ടോ. 10 വട്ടം ചെയ്യുക. തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് റിങ്കിൾസൊക്കെ കുറയാൻ നല്ലതാണ്. നമ്മുടെ ഈ കവിടൊക്കെ റിങ്കിൾസ് വരുമല്ലോ, അതൊക്കെ കുറയാൻ നല്ലതാണ്. നമ്മൾ ഇതൊരു 10 വട്ടം ചെയ്യുക. ഇതേ നോക്കി എൻ്റെ ഫേസ് എല്ലാം നന്നായിട്ട് വേർത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് വേർക്കും.
അതായത് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മുടങ്ങാതെ ഒരാഴ്ച ചെയ്യണം. 30 വയസ്സുള്ളവരൊക്കെ ഒരാഴ്ച ചെയ്യണം. 30 വയസ്സ് കഴിയുമ്പം തൊട്ട് ഒരാഴ്ച ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആഴ്ച 2-3 പ്രാവശ്യം ചെയ്തു പോവുക. അപ്പോൾ ഇതിന് കഴിഞ്ഞ ശേഷം ഇടാനുള്ള നല്ലൊരു പായ്ക്കുണ്ട്, നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട്, നല്ല സ്കിന്ന് ടൈറ്റ് ആയിട്ടിരിക്കാനുള്ള നല്ലൊരു പായ്ക്ക്. അപ്പോൾ ഇതൊന്നും എന്തായാലും അത് സമയമില്ല കാണിക്കാനായിട്ട്, അതുകൊണ്ട് നാളെ ഞാൻ ആ പായ്ക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല റിസൾട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു പോകാൻ മറക്കല്ലേ. ഇപ്പം മസാജ് ചെയ്തെല്ലാം വന്നപ്പോൾ തലയിൽ തുണിയെല്ലാം താഴോട്ട് പോയി. അത് ഞാൻ പോലും അറിഞ്ഞില്ല, മസാജ് ചെയ്ത് വന്നപ്പോൾ തന്നെ അങ്ങനെ പറ്റി കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്തു പോവുക. 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 40 വയസ്സ് 50 വയസ്സുള്ളവരൊക്കെ ചോദിക്കും ഞങ്ങൾക്ക് ചെയ്യുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ റിങ്കിൾസ് ഒരുപാട് സാഗ്യത്തിന് നല്ല പോലെ ഇങ്ങനെ സാഗ്യമുള്ളവർക്കുള്ള മസാജ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ 30 വയസ്സിന് ശേഷം നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനായിട്ടും സ്കിന്ന് നല്ല ടൈറ്റായി കിട്ടാനായിട്ടും ഒക്കെ ഉള്ള നേരത്തെ ഒരു മുൻകരുതൽ വണ്ണമുള്ള ഒരു നല്ലൊരു മസാജാണ് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തു പോകാം, ലേഡീസിനും ജെൻസിനും ഒക്കെ ചെയ്തു പോകാവുന്ന നല്ലൊരു മസാജാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോസ് എല്ലാം ഒന്ന് പോയി കാണുക, അതുപോലെ ചെയ്ത് നോക്കുക. ഇത് ഫുള്ള് കണ്ടിട്ട്, ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതുപോലെ ചെയ്യുക. ഫുള്ള് കണ്ടിട്ട് നല്ലപോലെ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പിൽ നല്ല രീതിയിൽ വന്ന് എന്നോട് ചോദിക്കുക. അല്ലാതെ എന്നെ പേടിപ്പിച്ചും ഭയപ്പെടുത്തി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരത്തില്ല. അതിൻ്റെ ആവശ്യമില്ല, ശരിയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യത്തേ ഉള്ളൂ. അല്ലാത്തവർക്കെല്ലാം മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ലപോലെ എല്ലാം ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.